പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് നമ്മൾ നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ അവിടുന്ന് ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയപ്പം ഒരു നാരങ്ങ സോഡയും സർബത്തും ആക്കി. പിന്നെ ഈ വട്ടമുള്ള ചക്രം പോലത്തെ സാധനം വാങ്ങി. ആദ്യമായിട്ടാണ് നമുക്ക് പ്രിയദർശിനിയിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയത്. അങ്ങനെ ഒരു കിൻഡർ ജോയ് ഒക്കെ തിന്ന് നോക്കുമ്പോഴത്തേനും പെരിന്തൽമണ്ണ എത്തി. അവിടുന്ന് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പേഴ്സണൽ ഡ്രൈവർ വന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങനെ പെരും മഴ, ശരിയായ മയത്ത് ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിലും ഇവന്റെ ഷൂ നനയുന്നുള്ള പൊലിവില് ഇവന് കവറൊക്കെ ഇട്ട് കെട്ടിയിട്ട് ഏതായാലും ലുക്ക് സീൻ തന്നെ. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചേച്ചീന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് ചേച്ചീന്റെ റൂമിലേക്ക് പോയി. ചേച്ചി ശരിക്കും സർപ്രൈസ് ആയി. ചേച്ചി ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വരുന്നുള്ള കാര്യം അറിയുന്നു, ബട്ട് ഷെർമ വരുന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചേച്ചി കുറെ കരഞ്ഞു പിരിഞ്ഞു, ഫുള്ളും സീനേനി. അങ്ങനെ നമ്മള് ചേച്ചീന്റെ റൂമിലൊക്കെ പോയി. അപ്പൊ ചേച്ചി പറഞ്ഞു എന്നാ ദോശ ഉണ്ടാക്കി തരാന്ന്. പിന്നെ ചിലവരുത് ശരിയാവും ചിലവരുത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു ചേച്ചീന്റെ കഥ. ബട്ട് ഞമ്മളത് ചിലതൊക്കെ ശരിയായിട്ടുണ്ട്. അങ്ങനെ നല്ല ചമ്മന്തിയും കൂട്ടി ദോശ കഴിച്ചു. അപ്പൊ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ആരോ കൊടുത്തൊരു കേക്ക് ഉണ്ടായിരുന്നു. അതും കഴിച്ച് നമ്മള് ചേച്ചീനെയും കൂട്ടി നേരെ എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഓക്കെ ബൈ.